അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വൽആഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം ഒരു സൃഷ്ടി പടച്ച റബ്ബിനോട് ആവലാതി പറഞ്ഞു. ഏതാണ് ആ സൃഷ്ടി? കുടുംബബന്ധം എന്ന സൃഷ്ടിയാണ്. ഈ സമയത്ത് അല്ലാഹു തആല കുടുംബബന്ധത്തോട് പറഞ്ഞത്, നിന്നെ ആര് ചേർത്തുവോ അവനെ ഞാനും ചേർത്ത് പിടിക്കും. നിന്റെ ബന്ധം ആര് വിച്ഛേദിച്ചുവോ അവനോടുള്ള ബന്ധം ഞാനും വിച്ഛേദിക്കുമെന്ന് അല്ലാഹു കുടുംബബന്ധത്തോട് പറഞ്ഞതായി അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉർ റഹിം. കുടുംബബന്ധം മുറിച്ച ഒരാൾ സ്വർഗത്തിൽ കടക്കുകയില്ല എന്നും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഏതെങ്കിലും ഒരാൾ ജീവിതത്തിൽ റിസ്ഖിൽ, ഭക്ഷണത്തിൽ, കച്ചവടത്തിൽ ഇതിലെല്ലാം ബർക്കത്ത് കിട്ടണമെന്ന് ആരാഗ്രഹിക്കുന്നുവോ, അതേപോലെ തന്നെ ആയുസ്സിൽ വിശാലത ഉണ്ടാവണമെന്ന്, ആയുസ് ദീർഘിക്കണമെന്ന് ആര് ചിന്തിക്കുന്നുവോ, ആരുദ്ദേശിക്കുന്നുവോ, അവൻ കുടുംബബന്ധം ചേർത്ത് കൊള്ളട്ടെ എന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, കുടുംബബന്ധം ചേർക്കുക എന്ന് പറയുന്നത് ഇങ്ങോട്ട് ചേർക്കുന്നവന് അങ്ങോട്ട് ചേർക്കലല്ല. അത് കുടുംബബന്ധം ചേർക്കലാണ്. പക്ഷെ അതിനേക്കാളൊക്കെ പവറുള്ളത് ഇങ്ങോട്ട് ചേർക്കാൻ മടി കാണിക്കുന്നവർ, ഇങ്ങോട്ട് ബന്ധം വിച്ഛേദിച്ച് നിൽക്കുന്നവർ, അവരെ അങ്ങോട്ട് പോയി കുടുംബബന്ധം ചേർക്കുകയും ആ വിച്ഛേദിച്ച ബന്ധങ്ങൾ കൂട്ടിയിണക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ കുടുംബബന്ധം ചേർക്കുന്നവനെന്നും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങനെ പറഞ്ഞ നബിയെ ഞാൻ ചേർത്തിട്ടും അവൻ ഇങ്ങോട്ട് ചേർക്കുന്നില്ല എന്ന് പറഞ്ഞ ആ സ്വഹാബിയോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചത് അപ്രകാരമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കേണ്ടത്, കുടുംബബന്ധം എന്ന് പറയുന്നത് വളരെ വളരെ മഹത്തായ കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഒരാൾ വിശ്വസിക്കുകയും 5 വഖത്ത് നമസ്കാരം കൃത്യമായി അത് തന്നെ ജമാഅത്തായിട്ട് തന്നെ നമസ്കരിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ദിക്റുകൾ ചൊല്ലുകയും ഓരോ ദിവസം തന്നെ ഖത്മുകൾ പൂർത്തീകരിക്കുകയും ചെയ്ത ഒരാൾ, അദ്ദേഹം കുടുംബത്തിൽ പിണക്കമാണ്, മാതാപിതാക്കളോട് പിണക്കമാണ്, അതല്ലെങ്കിൽ അവന്റെ കുടുംബക്കാരോട് പിണക്കമാണ് എങ്കിൽ ആ പിണക്കം തീർക്കുന്ന ഒരാൾ, പിണങ്ങി നടക്കുന്ന ഒരാൾ, ആ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആരാധനകളിലേക്ക് അള്ളാഹു ആവശ്യപ്പെടുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആരാധനകൾ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല, ശ്രേഷ്ഠമായ ദിനങ്ങളിലും മറ്റുമെല്ലാം അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഉയർത്തുന്ന പ്രാർത്ഥനകൾ, എല്ലാതെ മനം നൊന്തുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, ദുആകൾ, ആ ദുആ പോലും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കുടുംബബന്ധം നമ്മൾ ചേർക്കണം. കുടുംബബന്ധം ചേർക്കുക എന്ന് പറയുന്നത് വളരെ വളരെ അനിവാര്യമായ കാര്യമാണ്. ആ കുടുംബത്തിന് സ്വതക്ക കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് സ്വതക്ക കൊടുക്കുന്നതിനേക്കാൾ പുണ്യമാണ് എന്നും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. വളരെ വളരെ മഹത്വമുള്ള കാര്യമാണ്. അപ്പോ കുടുംബബന്ധം ചേർക്കുക. കുടുംബബന്ധം എന്ന് പറഞ്ഞാൽ ഉപ്പായുടെ ബന്ധത്തിൽപ്പെട്ട കുടുംബം, ഉമ്മായുടെ ബന്ധത്തിൽപ്പെട്ട കുടുംബം, ആ കുടുംബങ്ങളെല്ലാം അകന്നതാവട്ടെ അടുത്തതാവട്ടെ, അടുത്തത് പിന്നെ പറയേണ്ടതില്ലല്ലോ, എല്ലാ ബന്ധങ്ങളെയും ചേർത്ത് പിടിക്കണം. ഈ ബന്ധങ്ങളിൽ നമ്മൾ അവരെ സന്ദർശിക്കുക, അവരോട് സൗമ്യമായി പെരുമാറുക, അവരോട് ബന്ധം ചേർക്കുക, അവർ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക എന്നിങ്ങനെ തുടങ്ങി കുടുംബബന്ധം ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണോ നമ്മൾ പെരുമാറേണ്ടത് ആ പെരുമാറ്റങ്ങളൊക്കെ പെരുമാറി കുടുംബത്തെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്.
കുടുംബത്തെ നമ്മൾ വിട്ടാൽ അള്ളാഹു നമ്മെ വിടുമെന്നാണ് ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു താല കുടുംബ ബന്ധം ചേർത്ത് നല്ല രീതിയിൽ ഹൈറായി മുന്നോട്ട് പോവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.